നമുക്കൊരു തമാശയിൽ തുടങ്ങാം. വൈ ഡു സ്കെലിറ്റൻസ് ഡോണ്ട് ഫൈറ്റ്? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഗട്ട്സ്. എനിക്ക് ChatGPT തന്നൊരു ജോക്കാണിത്. ഞാൻ കുറച്ച് മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ChatGPTയോട് ആവശ്യപ്പെട്ടു, ChatGPT ക്യാൻ യു ടെൽ മീ എ ജോക്ക്? അപ്പോൾ എനിക്ക് തന്ന ജോക്കാണ്. ChatGPT പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ചോദ്യം: എന്തുകൊണ്ടാണ് സ്കെലിറ്റൻസ് തമ്മിൽ ഫൈറ്റ് ചെയ്യാത്തത്? കാരണം അവർക്ക് ഗട്ട്സ് ഇല്ല. ഗട്ട്സിന് രണ്ട് മീനിങ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ChatGPT എല്ലാം പുതിയ വേർഷനിലെല്ലാം നമുക്ക് ChatGPTയോട് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ടെക്നോളജി അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ടെക്നോളജിക്ക് പിന്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. എപ്പോഴും ടെക്നോളജിയുടെ ചിറകിലേറി നമ്മൾ പറക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ ChatGPT തന്നെ നമ്മളുടെ എഫിഷ്യൻസി കൂട്ടാനായിട്ടുള്ള നല്ലൊരു ടൂളാണ്. AI എല്ലാം വളരെ വേഗത്തിൽ നമ്മളറിയാതെ തന്നെ വളരെ വേഗത്തിൽ ഈ ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് പല അർത്ഥത്തിലും. അപ്പോൾ ഈ ChatGPT നമുക്ക് വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇമെയിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ തന്നെ അനുഭവത്തിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ എനിക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി ഇമെയിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ സബ്സ്ക്രൈബ് ചെയ്ത സമയത്ത് എനിക്ക് വന്നൊരു കൺഫർമേഷൻ മെയിൽ കോപ്പി ചെയ്തിട്ട് ChatGPTയോട് പറഞ്ഞു, എനിക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യണം, അതിനൊരു മെയിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് തരാൻ ആവശ്യപ്പെട്ടു. നിസ്സാര സമയം കൊണ്ട് എനിക്കൊരു ഇമെയിൽ കിട്ടി. ആ ഇമെയിലിൽ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്ത് ആരെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത് അവരെ അഡ്രസ്സ് ചെയ്ത് നല്ല പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ അവരോട് അൺസബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് സഹിതം, അതേപോലെ തന്നെ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് അതിൻ്റെ നമ്പർ, എൻ്റെ ഇമെയിൽ ID, അതേപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ, എമൗണ്ട്, ഇത്തരം കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഇമെയിൽ എനിക്കത് ഡ്രാഫ്റ്റ് ചെയ്ത് തന്നു. നിസ്സാര സെക്കൻഡുകൾ കൊണ്ട് എനിക്ക് ആ കാര്യം നടന്നു കിട്ടി. അതേസമയം ഞാൻ അതിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഓരോ സ്ഥലത്തുനിന്ന് ഡേറ്റ റെഫർ ചെയ്ത് അതൊരു പ്രോപ്പർ ഇമെയിലായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് വളരെ നമ്മളുടെ ജോലികൾ എളുപ്പമാക്കുന്ന രീതിയിൽ ChatGPTയെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ വേഡ്, എക്സൽ, പവർ പോയിൻ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ കൺസെപ്റ്റ് അതിന് പറഞ്ഞു കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി നമുക്കൊരു ഡൗൺലോഡബിൾ ഫോർമാറ്റാക്കി തിരിച്ചു തരും. അതേപോലെ എക്സലിലും വേഡിലും എല്ലാം അത്തരം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലോഗോ അത് ജനറേറ്റ് ചെയ്ത് തരും, പിക്ചേഴ്സ് ഡ്രോ ചെയ്ത് തരും. അതേപോലെ നമുക്ക് അതിനോട് സംസാരിക്കാം, ഒരു കമ്പാനിയനെ പോലെ സംസാരിക്കാം. അങ്ങനെ ഒരുപാട് ടെക്നോളജിക്കലി വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഓണേഴ്സ് എന്നുള്ള നിലയ്ക്കും അല്ലാത്ത ഏതൊരു മേഖലയിലാണ് നിങ്ങളുള്ളതെങ്കിലും ടെക്നോളജിയോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ ChatGPT പോലുള്ള ടൂൾസ് യൂസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം.